നമസ്കാരം ഡിയേഴ്സ്. നിങ്ങളിപ്പോ നല്ല ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂഡിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ചിരിക്കാനായിട്ട് റെഡി ആയിക്കോ. ഞാൻ നല്ല ഫണ്ണി കോമഡി ഡ്രാമാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് വെൽക്കം ടു വൈക്കിക്കി. ഇത് 2018 റിലീസായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഈ ഒരു ഡ്രാമയ്ക്ക് 2 സീസൺസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സീസൺ 2018 റിലീസ് ആയിരുന്നത്. അതേപോലെ തന്നെ 2019 ആയിരുന്നു സെക്കൻഡ് സീസണും റിലീസ് ആയത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ചിരിയാ വരുന്നത്. കാരണം നമ്മുടെ ഡ്രാമകളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫെക്റ്റ് കോമഡി ഡ്രാമയാണ് വെൽക്കം ടു വൈക്കിക്കി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ 3 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ഈ 3 പേർക്കും ഒരേ ഒരു ഡ്രീം ആണ് ഉള്ളത്. അവർക്കൊരു ഫിലിം മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്രീം. കൂടാതെ സൈഡിൽ ഇവര് വൈക്കിക്കി എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന ഇവരുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇവർക്ക് 3 പേർക്കും ആയിട്ട് ലേഡി ക്യാരക്ടേഴ്സും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു ക്യാരക്ടർ, ഇവരുടെ ആ ഒരു ഫണ്ണി മൊമെന്റ്സ് ഒക്കെ കണ്ടാൽ നമുക്കുണ്ടല്ലോ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാണുന്ന പോലെയായിരുന്നു കേട്ടോ. കാരണം അങ്ങനെയാണ് ഇതിന്റെ മേക്കിംഗ് പോയിരിക്കുന്നത്. ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഇതിൽ അടിപൊളിയാണ്. നല്ല ചിരിക്കാനുള്ള ഫൺ എലമെന്റ്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഡ്രാമ കാണാം കേട്ടോ. നമുക്ക് നല്ലൊരു മൈൻഡ് ഫ്രീ ആയിരിക്കും ഈ ഒരു ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഫസ്റ്റ് സീസണിൽ ആക്ട് ചെയ്തേക്കുന്നത് ലീ ക്യൂങ്, കിം ജൺ ഹ്യോൺ, സൺ സ്യോങ് വൺ. ഈ ആക്ടേഴ്സ് ആണ് കേട്ടോ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത്. ഇവരുടെ സ്റ്റോറിയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇവരെ കൂടാതെ ഇതിൽ ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നത് ഗോവൺ ഹി ജങ് ഇൻ സൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് ഇവരുടെ കൂടെ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു ബോണ്ടിങ്, ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രാമയാണ് വെൽക്കം ടു വൈക്കിക്കി കേട്ടോ. ഇപ്പോഴും വേണമെങ്കിൽ ഞാൻ കണ്ടാൽ നമ്മൾ പറയാറില്ല കോമഡി രണ്ടാമത് കണ്ടാലൊന്നും ചിരി വരില്ല എന്നൊക്കെ പറയാറില്ല. പക്ഷെ അങ്ങനെയല്ല. ഈ ഡ്രാമ കണ്ടാൽ 2-3 തവണ കണ്ടാലും നമ്മൾ ഒരേ കോമഡിക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചിരിച്ചോണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ഡ്രാമയാണ് വെൽക്കം ടു വൈക്കിക്കി. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ സെക്കൻഡ് സീസൺ 2019 കേട്ടോ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സെക്കൻഡ് സീസണിൽ ഫസ്റ്റ് സീസണിലത്തെ 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ സെക്കൻഡ് സീസണിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് സീസണിൽ അഭിനയിക്കുന്നത് ലീ ക്യൂങ്, കിം സ്യോൺ ഹോ, മൂൺ ഗായോങ് എന്ന് പറയുന്ന ആക്ട്രസും, ഷിൻ ഹോസു, ആൻ സോഹി, കിം യേൺ വൺ. അപ്പൊ ഇത്രയും ആക്ടറും ആക്ട്രസും ആണ് സെക്കൻഡ് സീസണിൽ അഭിനയിക്കുന്നത് കേട്ടോ. പക്ഷെ ഒട്ടും ചേഞ്ച് വരുന്നില്ല. ഫസ്റ്റ് സീസൺ പോലെ തന്നെയാണ് സെക്കൻഡ് സീസൺ കേട്ടോ. ഓക്കെ, അപ്പൊ ചിലവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് സീസൺ ആയിരിക്കും ഇഷ്ടം, സെക്കൻഡ് സീസൺ ചിലവർക്ക്, കാരണം ഫസ്റ്റ് അത്രയും സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ചിലവർക്ക് സെക്കൻഡ് സീസൺ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിലുള്ള 1-2 ക്യാരക്ടേഴ്സ് ഇതിലില്ലല്ലോ, നടനും ഇതിലില്ലല്ലോ. പക്ഷേ ഒട്ടും വിഷമിക്കണ്ട, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സെക്കൻഡ് സീസണിലും ഫസ്റ്റ് സീസൺ പോലെ തന്നെയാണ് എനിക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് പറയണേ. 2018 റിലീസ് ആയിട്ടുള്ള ക്ലീൻ വിത്ത് പാഷൻ ഫോർ നൗ. ഇത് നല്ലൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് കേട്ടോ. നമ്മുടെ കഥയിലെ നായകൻ വലിയൊരു കമ്പനീന്റെ ഓണറാണ് കേട്ടോ. അദ്ദേഹത്തിന് മൈസോഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. വേറെ ഒന്നുമല്ല, ക്ലീനിങ്ങിന്റെ അസുഖമാണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മസ്റ്റ് ആയിരിക്കണം. കാരണം അദ്ദേഹത്തിന്റെ റൂം ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വസ്ത്രം ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനത്തെ ടച്ച് ചെയ്താൽ പോലും നന്നായിട്ട് കൈ വാഷ് ചെയ്യും. അപ്പോൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അത്രത്തോളം ക്ലീനിങ്ങിന്റെ ഒരാളാണ് കേട്ടോ അദ്ദേഹം. പക്ഷെ നമ്മുടെ കഥയിലെ നടി ആയിക്കോട്ടെ, നമ്മുടെ നടനിൽ നിന്ന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ക്ലീനിങ്ങിന്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടാവില്ല, ഡെയിലി കുളിക്കില്ല, ഹെയർ അങ്ങനെ പെട്ടെന്ന് വാഷ് ചെയ്യില്ല, എല്ലാം അലങ്കോലായിരിക്കും. റൂമൊക്കെ കാണണം, അങ്ങേയറ്റം അലങ്കോലായിട്ടാണ് അവളെ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഇവര് തമ്മിൽ മീറ്റ് ആക്കി എങ്ങനെയായിരിക്കും? ഇവര് തമ്മിൽ മീറ്റ് ആക്കുവോ? കാരണം ഇവളെ അവനൊരു അറപ്പായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയാണ് ഈ ക്ലീൻ വിത്ത് പാഷൻ ഫോർ നൗ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ നടന്റെ കമ്പനിയിലെ ഒരു എംപ്ലോയി ആണ് നമ്മുടെ കഥയിലെ നായിക കേട്ടോ. സോ എങ്ങനെയും കാണേണ്ടി വരും. പക്ഷെ എങ്ങനെയായിരിക്കും ഇവളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവൻ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. നല്ല റൊമാൻറ്റിക് ഡ്രാമയാണ്, ഫണ്ണി എലമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഒരു അസുഖം ലാസ്റ്റ് മാറില്ലേ എന്നുള്ളത് നിങ്ങൾ ഡ്രാമ കണ്ട് തന്നെ അറിയണം കേട്ടോ.
ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് യൂൺ ക്യോൺ സാൻ, കിം സൂൺ ജൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ഇതില് 24 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് ഷോപ്പിംഗ് കിങ് ലൂയിസ്. 2016 റിലീസ് ആയിട്ടുള്ള നല്ലൊരു സിമ്പിൾ റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് ഷോപ്പിംഗ് കിങ് ലൂയിസ്. നമ്മൾ ഈ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ലൂയിസ് ഷോപ്പിങ്ങിന് അഡിക്റ്റ് ആണ് കേട്ടോ. കാരണം അദ്ദേഹം വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു കമ്പനിയിലെ ചെയർമാന്റെ മകനാണ് നമ്മുടെ കഥയിലെ നായകൻ ലൂയിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലോൺലെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഷോപ്പിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. പക്ഷെ കഥയിൽ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. നമ്മുടെ പണക്കാരനായിട്ടുള്ള നമ്മുടെ ലൂയിസ് വില്ലേജ്, അതായത് കൺട്രി സൈഡിലുള്ള പാവപ്പെട്ട നമ്മുടെ കഥയിലെ നായികയുടെ അടുത്ത് ചെന്ന് എത്തുകയാണ്. പക്ഷെ എങ്ങനെയായിരിക്കും ചെന്ന് എത്തുന്നുണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ സ്റ്റോറി കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ അവളാണ് ഇവനെ മണി എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവര് തമ്മിലുള്ള സ്റ്റോറി എങ്ങനെയായിരിക്കും പണക്കാരനായിട്ടുള്ള ഒരേ ഒരു അവകാശിയായിട്ടുള്ള നമ്മുടെ കഥയിലെ നായകൻ ഇവളുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്രാമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മുടെ ലൂയിസ് ആയിട്ട് അഭിനയിക്കുന്നത് സിയോയിൻ ഗൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ്. നമ്മുടെ നടിയായിട്ട് അഭിനയിക്കുന്നത് നം ജി ഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. നല്ല കോമഡി എലമെന്റ്സ് ഒക്കെ നന്നായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഷോപ്പിംഗ് കിങ് ലൂയിസ്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി നാലാമത്തെ ഡ്രാമയാണ് 2015 റിലീസ് ആയിട്ടുള്ള റിപ്ലൈ 1988 കേട്ടോ. ഇതിൽ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 1988 കാലഘട്ടത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ഒരേ ഏരിയയിൽ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ഇവരുടെ ഫാമിലി ആയിക്കോട്ടെ പരസ്പരം നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. അതേപോലെ തന്നെ ഈ ഒരു കുട്ടികളുടെ ആ ഒരു ടീനേജ് കാലഘട്ടമൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു പാരന്റ്സിന്റെ ബോണ്ടിങ് ആയിക്കോട്ടെ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് ഈ ഒരു ഡ്രാമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും റൊമാൻസും എല്ലാം കാണാനായിട്ട് ഇത് ഭയങ്കര രസമാണ്. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. നല്ല കോമഡി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ചിരിക്കാനുള്ള നല്ല കോമഡി എലമെന്റ്സും എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ലിഹേരി എന്ന് പറയുന്ന ആക്ട്രസും പാക് ബോഗം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. മറക്കാൻ ഈ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് മിസ്റ്റർ ക്യൂൻ. 2020 റിലീസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോമഡി ഡ്രാമയാണ് മിസ്റ്റർ ക്യൂൻ. ഈ ഡ്രാമയെ പറ്റിയിട്ട് ഞാൻ ടൈം ട്രാവൽ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ടൈം ട്രാവൽ ഡ്രാമയാണ്, അതേപോലെ തന്നെ കോമഡി ഡ്രാമയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു ഷെഫ് പഴയ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ക്യൂനിന്റെ ശരീരത്തിലോട്ട് പ്രവേശിച്ച് ടൈം ട്രാവൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് മിസ്റ്റർ ക്യൂനിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ഫണ്ണി എലമെന്റ്സ് എന്താന്ന് വെച്ചാൽ ഒരു ബോയ് ഒരു ഒരു ഗേളിന്റെ ശരീരത്തിലോട്ടാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം അദ്ദേഹം എണീക്കുന്നത് തന്നെ ഒരു ഗേളിന്റെ ശരീരത്തിലാവുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരിക്കും അയാൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാം ഇതിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു കോമഡി ഡ്രാമയാണ് മിസ്റ്റർ ക്യൂൻ. അയാൾ നന്നായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് മിസ്റ്റർ ക്യൂൻ. ഇതിൽ ടോട്ടലായിട്ട് 20 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ ടൈം ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ഷെഫിന്റെ ക്യാരക്ടർ അഭിനയിക്കുന്നത് ജങ് ബോൺ ഹോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും, അതേപോലെ തന്നെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കിം ജോൺ ഹ്യൂൺ, കിം സോ യങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് എനിക്ക് ഇപ്പൊ തന്നെ അത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. എന്തായാലും ഇതും ഒന്ന് മറക്കാണ്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഈ 5 കോമഡി ഡ്രാമാസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കോമഡി ഡ്രാമകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മറക്കാണ്ട് പോയിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമന്റ് ചെയ്യണേ. ഇനി ഈ ഡ്രാമകളല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വേറെ ഡ്രാമ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.